ഈ കടയിൽ ഇരുന്ന് ജോലി ചെയ്ത് അവിടെ നിന്നാണ് എന്റെ ജീവിതത്തിൽ ആ സമയത്ത് ഞാൻ ഒന്ന് പച്ച പിടിച്ച് വന്നത്. 2001 വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സമയവും പിള്ളേരൊക്കെ ചെറുതായിരുന്ന സമയവുമാണ്. ഇത് ഒരു കഥയല്ല കേട്ടോ, ഇതെന്റെ ജീവിത കഥയാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുക, മുഴുവനായിട്ട് കേൾക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഹായ്, ഹലോ കൂട്ടുകാരെ, എല്ലാവരെയും ഉൾപ്പെടുത്തി കൂട്ടുകാരെ എന്നങ്ങ് പറയാം കേട്ടോ. അതിനകത്ത് മക്കളും പിന്നെ ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് പള്ളിയിലൊക്കെ പോയി കുറെ വൈകിയാണ് വന്നത്. ഞങ്ങൾക്ക് വേറെ കുറച്ചുകൂടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നേ. എല്ലാം കഴിഞ്ഞ് വൈകിയാണ് എത്തിയത്. പിന്നെ എന്തായാലും ഒന്ന് ഒരുങ്ങിയൊക്കെ പോയതല്ലേ, സാരിയൊക്കെ ഇവിടുത്തെ. ഇന്ന് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് കരുതി. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു പഴയ 2001 എൻ്റെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫോട്ടോയാണ് ഞാൻ ഇട്ടിരുന്നത്. ഇത് ലീലാമ്മ ചേച്ചി, സതി, പിന്നെ ഞാൻ. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയുള്ള ഈ ഫോട്ടോ എങ്ങനെ വന്നു എന്നുള്ളതായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത്. അതിന്റെ പശ്ചാത്തലം പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഓരോ കഥകൾ വീണ്ടും പറഞ്ഞു പോയി. അന്നേരം മറ്റുള്ളവരും പറയും ഇതിന്റെ ബാക്കിയും കൂടെ പറ. ഇനിയും കുറെ എഴുതാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് എഴുതിയിടാൻ കുറെ ദിവസമായി എഴുതാതെ. അപ്പൊ അതിന്റെ ബാക്കി ഞാൻ ഇനി എഴുതിയിടാൻ സമയം കിട്ടുമ്പോൾ എഴുതിയിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ കഥകളൊക്കെ അല്ലേ എഴുതിയാലും തീരത്തില്ല. അങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ഓർമ്മകളിൽ കൂടെ ഒരു കൂട്ടം എഴുതുമ്പോഴത്തേനും ഓർമ്മകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും അല്ലേ. 2001 ആ സമയത്താണ് ഞാൻ ഈ ടൗണിൽ തയ്ക്കാനായിട്ട് പോകുന്നത്. എനിക്കൊരു 17ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ തയ്യൽ പഠിക്കുകയും തയ്യൽ ജോലി ചെയ്ത് തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാലും അതിന്റെ ഇടയിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് പോയി. പിന്നെ അതിന് പ്രാക്ടീസ് ജോലിയൊക്കെ ചെയ്ത് കുറച്ച് നാൾ അങ്ങനെ അങ്ങ് പോയി. പിന്നീട് ഞാൻ വീട്ടിൽ ഉള്ള സമയത്ത് ഞാൻ വീണ്ടും ഇത് ചെയ്യുമായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ ഞാൻ അന്ന് തയ്ക്കുമായിരുന്നു. പിന്നെ നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് കല്യാണത്തിന് ശേഷം വീട്ടിലൊക്കെ ഇരുന്ന് തയ്ക്കുന്നതല്ലാതെ, അതും മലയുടെ മണ്ടയിലായതുകൊണ്ട് അങ്ങനെ ആൾക്കാർ ആരുമായിട്ട് പബ്ലിസിറ്റി ഒന്നും നമുക്കില്ല. അങ്ങനെ ഇരിക്കെ ഈ 2001 സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നു. നല്ല സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. അതൊന്നും ഞാൻ ആവശ്യത്തോടെ ഒന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും അതിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന്. എന്തായാലും ഇതെന്ന് തന്നെ ഞാൻ പറയാം. ഞാൻ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മുമ്പ് ചെയ്ത കുറച്ച് ജോലികളുണ്ട്. അത് ഞാൻ പിന്നെ ഇതിന്റെ പുറകെ പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങനെ ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചേച്ചി, ഞങ്ങളൊക്കെ ഒന്നിച്ച് പള്ളിയിൽ പോകുന്നവരും ഒക്കെയാണ്. അവർക്ക് ടൗണിൽ കടയുണ്ടായിരുന്നു. കുടിയാൻമലയാണ് കേട്ടോ, കണ്ണൂർ ജില്ലയിലെ കുടിയാൻമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ തട്ടാപറമ്പിലെ ക്ലാരമ്മ എന്ന് പറയുന്നൊരു ചേച്ചിയുടെ കടയുണ്ടായിരുന്നു. അവർക്കൊരു തുണിക്കട നേരത്തെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഈ തയ്ക്കാൻ പോകുന്ന സമയത്ത് തുണിക്കട അവർ നിർത്തി എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് ചേച്ചി വേറൊരു കടയിലിരുന്ന് അവരുടെ കെട്ടിടത്തിൽ തന്നെ ഇരുന്ന് അവർ തയ്ക്കുന്നുണ്ടായിരുന്നു. ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ജാൻസിക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയാമല്ലോ, കടയിൽ എവിടെയെങ്കിലും വന്നിരുന്ന് തയ്ച്ചുകൂടെയെന്ന്. അപ്പൊ എനിക്ക് കടയിൽ പോയിരുന്ന് തയ്ക്കാനുള്ള കടയെടുക്കാനോ അല്ല വാടക കൊടുക്കാനോ ഇതിനൊന്നും ഉള്ള സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല. അന്നേരം പറഞ്ഞു, ഞാൻ ഒരു കടയിലാക്കി തരാം, അവിടെ ഒരു തയ്യൽ കടയിൽ അവിടെ പോയി ഇരുന്ന് തയ്ക്കുക, അവർ തരുന്ന തുണി തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞു. ശരി, അന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കടയിൽ പോയിരുന്ന് തയ്ക്കാൻ തുടങ്ങി. അന്നേരം അവർ തുണി തരും, ഞാൻ തുണി വെട്ടിത്തരും, ഇപ്പം ഞാൻ തയ്ച്ചു കൊടുക്കണം. അപ്പം 1/3 പൈസ നമുക്ക് തരും. ഞാൻ വെട്ടി തയ്ക്കുകയാണെങ്കിൽ പകുതി പൈസ തരും. നമ്മൾ അന്നേരമൊക്കെ വലിയ പൈസയൊന്നും ഇല്ലല്ലോ. എന്നാൽ പോലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബ്ലൗസ് തയ്ക്കുമായിരുന്നു. ബ്ലൗസിന് വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത്. അത്യാവശ്യം നന്നായിട്ട് ബ്ലൗസ് തയ്ക്കുമായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ തയ്ച്ചു കൊടുക്കുകയും ചെയ്യും. ആ തയ്ക്കുന്നതിന്റെ പേര് കടക്കാർക്കാണ് വരുന്നത്. എനിക്ക് ഒരിക്കലും ഒരു വളർച്ചയില്ല. ആരും അറിയുന്നില്ല, ഞാൻ തയ്ച്ചു കൊടുക്കുന്നതാണെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, എനിക്ക് ചെറിയ പൈസയല്ലേ കിട്ടാനേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത് ഒരു വലിയൊരു ഗുണമൊന്നും എനിക്ക് വരാനില്ല, വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, ജാൻസി ഞാൻ ഒന്ന് നോക്കട്ടെ, ഞാൻ പറയാം കേട്ടോ എന്ന് പറഞ്ഞു. അത് ചേച്ചി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ലാവണ്യ എന്ന് പറയുന്നൊരു തുണിക്കടയുണ്ട് അവിടെ. അപ്പൊ ആ കടയിലെ പെണക്കാട്ടെ തങ്കച്ചൻ ചേട്ടന്റെ കടയായിരുന്നു. കുടിയാമ്പലക്കാർക്ക് അറിയാം ഞാൻ പറയുന്ന കഥയൊക്കെ. അല്ലാത്ത ആളുകളുണ്ട്, കുടിയാമ്പലക്കാർക്ക് പലതും പറയാൻ കാണും. അപ്പൊ ഞാനും ബാക്കി അന്നേരം പറയാം. അവരുടെ കടയിൽ നേരത്തെ കുറെ ആളുകൾ ഇരുന്ന് തയ്ച്ചിട്ടുള്ളതാണ്, എനിക്കും അറിയാം. അവരുടെ ഇങ്ങനെ കുറെ എന്നെ പോലെയുള്ള ഓരോരുത്തർ വന്ന് അവരുടെ കടയുടെ തിണ്ണല് പുറത്തിരുന്നിട്ട് തയ്ക്കും. അപ്പൊ ഞാൻ കാണുന്ന 2 പേരൊക്കെ അവിടെ ഇരുന്ന് തയ്ക്കുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് കടയുടെ ഒക്കെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അവിടുന്ന് പിന്നെ ആളുകളെ ഇരുത്തുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പം കടയിലും വലിയ ആൾക്കാരെ നിർത്താതെ അവർ 2 പേരും തന്നെ, ചേട്ടനും ചേച്ചി തന്നെ അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു സമയമാണ്. അന്നേരം ആരും ഇല്ല അവിടെ. അപ്പൊ ചേച്ചി അവരോട് ചോദിച്ചിട്ട്
എനിക്ക് അവിടെ ഒരു ചാൻസ് തന്നു. അപ്പോൾ പറഞ്ഞു അവിടെ പോയിരുന്ന് തയ്ച്ചോളാൻ. എൻ്റെ മെഷീനൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ മെഷീനൊക്കെ എല്ലാം കൊണ്ടുവന്ന് ആ കടയുടെ തിണ്ണയിൽ ഇരുന്ന് തയ്ച്ചു. അപ്പോൾ അവിടെ തിരക്കില്ലാത്ത സമയത്ത് അവിടെ തിരക്കുള്ള സമയത്ത് ഞാൻ തുണി എടുത്തു കൊടുക്കാനും ഒക്കെ നിൽക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അവരോട് അവിടെ വാടകയൊന്നും കൊടുക്കണ്ടല്ലോ, പക്ഷെ ഞാൻ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ആ കടയിലിരുന്ന് തയ്ച്ചു തുടങ്ങി. ഇനി ആദ്യമേ ചെന്നിരിക്കുമ്പോൾ തയ്യലൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ കടയിൽ തുണി എടുക്കാൻ വരുന്ന ആൾക്കാരോട് തങ്കച്ചൻ ചേട്ടനും ലിസം ചേച്ചിയും പറയും, ജാൻസി നന്നായിട്ട് തയ്ക്കുന്ന ആളാണ്, ഇവിടെ കൊടുത്തോട്ടോ എന്ന് പറയും. അപ്പൊ വരുന്ന ആളുകൾക്കും ഗുണമുണ്ട്, ഗുണം എന്ന് വെച്ചാൽ എളുപ്പമുണ്ട്. അപ്പൊ അവിടുന്ന് തന്നെ ഞാൻ അളവെടുത്തു, അല്ലെങ്കിൽ അളവ് ബ്ലൗസ് കൊണ്ടുവന്നു, ഞാൻ അങ്ങനെ തയ്ച്ചു കൊടുത്തു. അപ്പൊ കുറച്ച് ആളുകൾ കൊണ്ടുവന്ന് തന്ന് പിന്നെ അവർ തയ്ച്ചു കൊണ്ടുപോയി അവർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും അവർ വീണ്ടും വരികയും പിന്നെ മറ്റുള്ളവർക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, വേറെ ആൾക്കാരോടൊക്കെ പറയും. അങ്ങനെ എനിക്ക് വേഗം തയ്യൽ വന്നു കേട്ടോ. പിന്നെ ബ്ലൗസ് മാത്രമൊന്നുമല്ല, എല്ലാ തയ്യലുകളും വന്നു. പാൻറ് പിള്ളേരുടെയൊക്കെ പാൻറ്, ഷർട്ട്, പിന്നെ യൂണിഫോമിന്റെ സീസൺ, അത് എല്ലാ ഡ്രസ്സുകളും തയ്ക്കും. ഉടുപ്പ്, ചട്ട, അങ്ങനെയുള്ള എല്ലാ മോഡല് ഉടുപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാൻ പറയാം. അപ്പൊ ഞാൻ അതെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആ സമയത്തൊക്കെ സൈനസൈറ്റീസിന് നല്ല പ്രശ്നം വന്നു, തലവേദനയൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം തലവേദനയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ജോലികൾ ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പൊടി പടലങ്ങളായി, അത് എനിക്ക് കൂടുതലായി അവിടെ ഇരുന്ന്. എന്തായാലും എനിക്ക് അങ്ങനെ ഇരുന്നൊരു 3 മാസം കൊണ്ട് നല്ല തയ്യൽ വന്നു. ഞങ്ങളുടെ ഒരു 5-6 പ്രദേശങ്ങൾ കൂടുന്ന ഒരു ടൗൺ ആണ് ഈ കുടിയാൻമല. അങ്ങനെ എല്ലാ ദിക്കുകളിലേക്കും എൻ്റെ തയ്യലിനെ കുറിച്ചൊക്കെ ആളുകൾ അറിഞ്ഞ് എല്ലായിടത്തു നിന്നും വരാനും അങ്ങനെ എനിക്ക് നല്ല പോലെ 2-3 മാസം കൊണ്ട് നല്ല പോലെ തയ്യലുമായിരുന്നു. ഈ പിള്ളേര് ചെറുതായിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന നേരത്ത് ഈ കടയിൽ വന്നിരുന്നാണ് ഞാനൊന്ന് പച്ച പിടിച്ച് തുടങ്ങിയത്. ഇതിപ്പോ കഴിഞ്ഞു പോയ കാലങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ടിട്ടോ ദുഃഖിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. കഴിഞ്ഞു, അതെങ്ങനെയൊക്കെയോ അങ്ങ് കഴിഞ്ഞുപോയി. ഇതിപ്പോ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവർക്കും അത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഞാനും ഓർത്തു ഇങ്ങനെ പറയാം, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. പിന്നെ എന്നോട് മുമ്പൊക്കെ പറയാറുണ്ട് ചിലർ, ഇങ്ങനെ നിങ്ങളൊക്കെ ഇത്രയൊക്കെ പ്രായമായല്ലോ, അപ്പൊ നിങ്ങളുടെ ജീവിത ചരിത്രങ്ങളൊന്ന് പറയാമോ എന്നോട് ചോദിച്ചിട്ടുള്ളവരുണ്ട് കേട്ടോ. അന്നേരം ഞാൻ പിന്നെ പറയാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് ഒരു വശത്തൂടെ ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. എല്ലാ വശങ്ങളും കൂടി പറഞ്ഞാൽ എന്താ പറയുക, എവിടെ എത്തിപ്പെടത്തില്ല, അതുപോലെ പറയാനുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. അന്നും എങ്ങനെയാണോ ഹാപ്പി ആയിട്ട് പോയി, ഇന്നും ഞാൻ അതിനേക്കാൾ വലിയ ഹാപ്പിയാണ് കേട്ടോ. ഒന്നുമില്ല, ഞാൻ ഈ കഥകൾ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നമുക്ക് ഓർമ്മിച്ചെടുത്ത് പലതും പറയാമല്ലോ. ഒറിജിനൽ ജീവിതമാണ് ഞാൻ പറയുന്നത്, ഒറിജിനൽ ജീവിതം. അപ്പൊ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും ടാറ്റ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. എന്തെങ്കിലും ഒന്ന് ശരിയാകുമായിരിക്കാം. നമ്മളൊക്കെ ഇത്തിരി പ്രായമുള്ളവരൊക്കെ ചെയ്യുമ്പോൾ അത്ര വലിയ സപ്പോർട്ടുകളൊന്നും കിട്ടത്തില്ല എന്നുള്ളത് ഒരു വശത്താണ്. എന്നാൽ സപ്പോർട്ട് കിട്ടുന്നവരും ഉണ്ട്. എന്തായാലും നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ആവട്ടെ. കുറേ വ്യൂസ് ഉണ്ടാകും. സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഒരു ലൈക്ക്, കമന്റ് ഒക്കെ തന്നൊന്ന് ഫോളോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ടാറ്റാ.